നിയമ പോരാട്ടത്തെ ഗൂഢാലോചന ഏത് രീതിയിലാണ് പാർട്ടി പറയുന്നത്? എങ്ങനെയാണ് ഈ ഗൂഢാലോചന ആരുടെ ഭാഗത്തുനിന്നാണ് ഗൂഢാലോചന ഉണ്ടായത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൽ ഗൂഢാലോചന ഇല്ല. അതാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. CBI വന്നിട്ട് പ്രതി ചേർത്ത 10 പേരിൽ 9 പേരും പ്രതികളല്ല എന്നുള്ള നിലയിലേക്കാണല്ലോ ഇപ്പോഴെത്തിയിട്ടുള്ളത്. ഒരാളുടെ മാത്രം ഒരു വിഷയത്തിലാണ് ചെറിയ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതും അപ്പീൽ പെറ്റീഷന്റെ ഭാഗമായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ഗൂഢാലോചന ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ കേസിൽപ്പെടുത്തിയത് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കും. ജയിൽ മോചിതരായവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരായതുകൊണ്ട്, പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് മാത്രമാണ് അവരെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഗൂഢാലോചന ഇതിനു പിന്നിലില്ല, പെരിയ ഇരട്ടക്കൊലക്കേസിന് പിന്നിലില്ല എന്നത് ബോധ്യം വന്നതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ ശിക്ഷ മരവിപ്പിച്ച് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ളവർ, വിവിധ നേതാക്കൾ ഇവരെല്ലാവരും സ്വീകരിക്കാനായി ജയിലിൽ എത്തിയിരുന്നു. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, വിശദാംശങ്ങൾ ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനാവുന്നത് പറയൂ ഫെലിക്സ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ 4 CPM നേതാക്കളും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് ചുവന്ന രക്തഹാരം അണിയിച്ചുകൊണ്ടുള്ള സ്വീകരണമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. CPM-ന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ, ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം P ജയരാജൻ തുടങ്ങിയ നേതാക്കൾ, ഈ 4 നേതാക്കൾക്കും ഈ ചുവന്ന രക്തഹാരം അണിയിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചപ്പോൾ ജയിലിന് പുറത്തേക്ക് വരികയാണ്. KV കുഞ്ഞിരാമൻ, അതായത് ഈ കേസിലെ ഇപ്പോൾ പുറത്തേക്കിറങ്ങിയ CPM നേതാവ് KV കുഞ്ഞിരാമൻ വ്യക്തമാക്കിയത് ഇത് നുണക്കോട്ടകൾ പൊളിഞ്ഞു. അതായത് തന്നെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. തെറ്റുകാരനല്ല, അത് പാർട്ടി വിശ്വസിച്ചു. താങ്കൾ ജയിലിലേക്ക് പോയപ്പോഴും പാർട്ടി തങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നു. ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പാർട്ടി തങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അപ്പോൾ പാർട്ടി തന്ന പിന്തുണയ്ക്ക് വലിയ നന്ദി. അതായത് ഈ സമയം വരെയും പാർട്ടി നൽകിയ വലിയ പിന്തുണ, അതിന് നന്ദി അടക്കം അവർ ആണ് വ്യക്തമാക്കുകയാണ്. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ആണ് ഈ തീരുമാനം എന്നതാണ്. അതായത് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഇവർ പ്രതികളല്ല, അല്ലെങ്കിൽ ഇവരെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന്. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്.